ഹായ്, ഹലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കലാത്തിയ ചെടിയെ പറ്റിയാണ് പറയുന്നത്. കലാത്തിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. അതേപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ, വീടിൻ്റെ സിറ്റ് ഔട്ടിലും അതേപോലെ തന്നെ വീടിനകത്തും ബാത്റൂമിൽ ഒക്കെ നമുക്ക് ബാത്റൂമിലെന്ന് പറയുമ്പോൾ കുറച്ച് വെളിച്ചം കിട്ടുന്ന ബാത്റൂം, ഓപ്പൺ ആയിട്ടുള്ള ബാത്റൂമുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കലാത്തിയ വെക്കാൻ നല്ല ഭംഗിയാണ്, നന്നായിട്ട് വളരുകയും ചെയ്യും. അതേപോലെ കിച്ചണിൽ അവിടെയും വെളിച്ചം കിട്ടണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈർപ്പം നിൽക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. എപ്പോഴും അതിന് ചുറ്റും ഈർപ്പം ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ കലാത്തിയെ പറ്റി ഇതൊക്കെ പറയാനുള്ളത്. ഇനി ഇത് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തു. ഇപ്പം നട്ടേക്കുന്ന ചട്ടീനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ചട്ടി എടുത്തു. എന്നിട്ട് അതിനകത്ത് കുറച്ച് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടിയായിരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കരിയില ഇട്ടു. കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് പോട്ടി മിക്സ് ഇട്ടു. പോട്ടി മിക്സ് ഈർപ്പം പിടിച്ചു നിർത്തുന്ന പോട്ടി മിക്സ് ആയിരിക്കണം. അതിന് ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, മേൽമണ്ണ്, ഇത് മെയിനായിട്ടുള്ള ഇത്രയും വേണം. കാരണം ചകിരിച്ചോറുണ്ടെങ്കിൽ ഈർപ്പം നിൽക്കുള്ളൂ. പിന്നെ കമ്പോസ്റ്റ് നമുക്ക് ഏത് കമ്പോസ്റ്റ് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ഇത്ര ഇട്ടതിന് ശേഷം ചട്ടിയിലേക്ക് ചെടി വെച്ചിട്ട് നമുക്ക് ബാക്കി പോട്ടി മിക്സും കൂടി ഇട്ട് ഫില്ല് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നനയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോട്ടി മിക്സിനകത്തൊന്ന് തൊട്ട് നോക്കണം നനയ്ക്കുന്നതിന് മുന്നേ. അതിനകത്ത് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ വളം ഇടുന്നതും നമുക്ക് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 19-19 ഇടാം, അല്ലെങ്കിൽ പിന്നെ ജൈവ സ്ലറികളുണ്ടെങ്കിൽ അതിടാം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കാം. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ജൈവ വളങ്ങൾ ഇടുന്നതിനോടാണ് എനിക്ക് വലിയ താല്പര്യം. പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രാസവളവും കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.